കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം. നമ്മുടെ ബൈബിളിൽ ഇതിനെ രണ്ടാമത്തെ അല്ലെങ്കിൽ 2 കൊരിന്ത്യർ എന്നും വിളിക്കുന്നുണ്ടെങ്കിലും ഇത് പുരാതന കൊരിന്ത് സഭയ്ക്ക് അവൻ എഴുതിയ രണ്ടാമത്തേതല്ല എന്നതിന് ഈ കത്തിൽ തന്നെ ഒന്നിലധികം സൂചനകളുണ്ട്. പൗലോസ് ചില നാളുകൾക്ക് മുമ്പ് തന്റെ മിഷണറി യാത്രകളിലൊന്നിൽ കൊരിന്തിൽ ഈ യേശു സമൂഹം ആരംഭിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഈ ചരിത്രം വായിക്കാം. കൊരിന്തിൽ നിന്ന് പോയ ശേഷം അവിടെ കാര്യങ്ങൾ ശരിയായിട്ടല്ല പോകുന്നത് എന്ന് പൗലോസിന് വിവരം ലഭിച്ചു. അതിനാൽ അവൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1 കൊരിന്ത്യർ എഴുതി. എന്നാൽ ആ സഭയിൽ പലരും ആ കത്തിൽ എഴുതിയ പൗലോസിന്റെ ഉപദേശത്തെ തള്ളി അവന്റെ അധികാരത്തെ എതിർത്ത് മത്സരിച്ചെന്ന് തോന്നുന്നു. വേദനാജനകമായ സന്ദർശനം എന്ന് പൗലോസ് വിളിക്കുന്ന സന്ദർശനത്തിലൂടെ താൻ വ്യക്തിപരമായി അത് പിന്തുടർന്നിരുന്നു എന്ന് നമ്മൾ ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവനൊരു കത്തയച്ചു. അത് വേദനയോടും കണ്ണീരോടും കൂടിയാണ് എഴുതിയതെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഈ നടപടികൾക്ക് ശേഷം കൊരിന്ത്യരിൽ ഭൂരിഭാഗവും തങ്ങളുടെ അഹങ്കാരം മനസ്സിലാക്കി അവർ പൗലോസിനോട് ക്ഷമാപണം നടത്തുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. നിരപ്പ് പ്രാപിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ പൗലോസ് അവരോടുള്ള തന്റെ സ്നേഹവും പ്രതിബദ്ധതയും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. 3 പ്രധാന ഭാഗങ്ങളായിട്ടാണ് ഈ ലേഖനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോന്നും വ്യത്യസ്തമായ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നു. പൗലോസ് ആദ്യം കൊരിന്ത്യരുമായുള്ള തന്റെ അനുരഞ്ജനം ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം 8ഉം 9ഉം അധ്യായങ്ങളിൽ മറന്നുപോയ ഔദാര്യം എന്ന വിഷയത്തെ അവൻ അഭിസംബോധന ചെയ്യുന്നു. അവസാന അധ്യായങ്ങളിൽ പൗലോസിനെ ഇപ്പോഴും നിരസിക്കുന്ന ശേഷമുള്ള കൊരിന്ത്യരെ അവൻ വെല്ലുവിളിക്കുന്നു. നമുക്ക് ആഴത്തിലേക്ക് ചെന്ന് ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാം. വിഭജനത്തിന്റെയും തർക്കത്തിന്റെയും ഈ സമയത്ത് തനിക്കും കൊരിന്ത്യർക്കും സമാധാനവും പ്രോത്സാഹനവും നൽകിയ എല്ലാ കാരുണ്യത്തിന്റെയും ആശ്വാസത്തിന്റെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്. തന്റെ വേദനാജനകമായ സന്ദർശനം മുതൽ കാര്യങ്ങൾ പിരിമുറുക്കത്തിലായിരുന്നു എന്ന് അവൻ അംഗീകരിക്കുന്നു. എന്നാൽ അവൻ അത് അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. തുറന്നതും സത്യസന്ധവുമായ ഒരു ബന്ധം അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവർ പൗലോസിനെ ആദ്യം തള്ളിക്കളഞ്ഞത്? കൊരിന്ത്യർ പൗലോസിനെ ഒരു നേതാവെന്ന നിലയിൽ അവഗണിച്ചതായി ഈ ലേഖനത്തിൽ പിന്നീട് നാം മനസ്സിലാക്കുന്നു. അവൻ ദരിദ്രനായിരുന്നു. കായികാധ്വാനത്തിലൂടെയാണ് അവൻ ജീവിക്കാനുള്ള തുച്ഛമായ വക കണ്ടെത്തിയത്. നിരന്തരമായ പീഡനത്തിനും കഷ്ടപ്പാടുകൾക്കും അവൻ വിധേയനായിരുന്നു. പലപ്പോഴും ഭവനരഹിതനായിരുന്നു. അതിനു പുറമെ അവൻ വളരെ ശ്രദ്ധേയനായ ഒരു പൊതുപ്രഭാഷകനല്ലായിരുന്നു. അങ്ങനെ കൂടുതൽ സമ്പന്നരും ശ്രദ്ധേയരുമായ മറ്റു ക്രിസ്തീയ നേതാക്കളുമായി കൊരിന്ത്യർക്ക് സമ്പർക്കമുണ്ടായപ്പോൾ അവർ പൗലോസിനെ തുച്ഛീകരിപ്പാൻ തുടങ്ങി. അവർ വാസ്തവത്തിൽ അവനെക്കുറിച്ച് ലജ്ജിച്ചു. അതിനാൽ ഈ നേതാക്കളെ അവരുടെ സമ്പത്തും വാചാലതയും നിമിത്തം അവർ ഉയർത്തുന്നത് യേശുവിനോട് കാണിക്കുന്ന വിശ്വാസവഞ്ചനയാണെന്ന് കാണിച്ചുകൊണ്ട് പൗലോസ് ആദ്യം പ്രതികരിക്കുന്നു. ഇത് പൂർണ്ണമായും വികലമായ ഒരു മൂല്യവ്യവസ്ഥയെ കാണിക്കുന്നു. പദവിയോ സ്വയം ഉയർത്തലോ അല്ല യഥാർത്ഥ ക്രിസ്തീയ നേതൃത്വം എന്ന് പൗലോസ് പറയുന്നു. ഒരു വിജയഘോഷയാത്രയിൽ തങ്ങളെ നയിക്കുന്ന രാജാവായ യേശുവിന്റെ ബദ്ധരായ അടിമകളാണ് താനും മറ്റ് അപ്പോസ്തലന്മാരുമെന്ന് പൗലോസ് ചിത്രീകരിക്കുന്നു. മതിപ്പ് ഉളവാക്കുക എന്നതല്ല പൗലോസിന്റെ ശുശ്രൂഷ, മറിച്ച് ജനങ്ങളെ ഒരുവനിലേക്ക്, അതായത് യേശുവിലേക്ക് നയിക്കുക എന്നതാണ്. തന്റെ അധികാരവും യോഗ്യതയും തെളിയിക്കാൻ ചില ശുപാർശ കത്തുകൾ നൽകണമെന്ന കൊരിന്ത്യരുടെ സമീപകാല ആവശ്യത്തെ അവൻ സൂചിപ്പിക്കുന്നു. ഇത് പൗലോസിന് അവഹേളനമായി തോന്നി. അവരുടെ സഭ താൻ ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാകത്തുപോലും ഇല്ലായിരുന്നു. അതിനാൽ അവരാണ് തന്റെ യഥാർത്ഥ നേതൃത്വത്തിന്റെ തെളിവെന്ന് അവൻ പറയുന്നു. അവരാണ് അവന്റെ ശുപാർശക്കത്ത്. തന്റെ പുതിയ ഉടമ്പടി ജനമെന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ശുപാർശക്കത്ത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്ന് പ്രവാചകന്മാരായ ഇരമ്യാവിൽ നിന്നും യെഹസ്കേലിൽ നിന്നും ബുദ്ധിപൂർവ്വം ഉദ്ധരിച്ചുകൊണ്ട് അവൻ പറയുന്നു. കൊരിന്ത്യർക്ക് അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല. പൗലോസ് ഇവിടെ പുതിയ ഉടമ്പടിയെ പരാമർശിക്കുന്നതുകൊണ്ട് അവൻ ഈ പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള ഒരു നീണ്ട താരതമ്യം ഇവിടെ നടത്തുന്നു. പഴയ ഉടമ്പടി ദൈവവും ഇസ്രായേലും തമ്മിലുള്ളതായിരുന്നു. മോശയാണ് ഇതിന് മധ്യസ്ഥത വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ ഉടമ്പടി ദൈവവും കൊരിന്ത്യരും തമ്മിലുള്ളതാണ്. യേശുവും ആത്മാവുമാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത്. സീനായി പർവ്വതത്തിൽ ചെയ്ത പഴയ ഉടമ്പടി തീർച്ചയായും മഹത്വമുള്ളതായിരുന്നു. അത് മോശയെ ദൈവത്തിന്റെ മഹത്വത്താൽ പ്രകാശിപ്പിച്ചു. പക്ഷേ ആ മഹത്വം ഒടുവിൽ മങ്ങിപ്പോയി. ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ആ ഉടമ്പടിയിലെ നിയമങ്ങൾ ഫലപ്രദമായില്ല എന്ന വസ്തുത പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. എന്നാൽ പുതിയ ഉടമ്പടി താരതമ്യേന കൂടുതൽ മഹത്വമുള്ളതാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ യേശു ദൈവത്തിന്റെ മഹത്വമാണ്. മാത്രമല്ല അവൻ എന്നേക്കും ജീവിക്കുന്നവനുമാണ്. അവന്റെ ആത്മാവാണ് ഇപ്പോൾ യേശുവിനെ പോലെ കൂടുതൽ വിശ്വസ്തരായി മാറാൻ ജനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇതെല്ലാം അത്ഭുതകരമായി തോന്നുന്നു. ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കാത്തത് ആരാണ്? എന്നാൽ ക്രൂശിന്റെ വിപരീത സത്യം കൊരിന്ത്യരുടെ
മഹത്വത്തെയും വിജയത്തെയും കുറിച്ചുള്ള ആശയങ്ങളെ തലകീഴായി മറിക്കുന്നതെങ്ങനെയെന്ന് പൗലോസ് കാണിക്കുന്നു. എന്തു പറഞ്ഞാലും യേശു മഹത്വീകരിക്കപ്പെട്ട് രാജാവായി ഉയർത്തപ്പെട്ടത് അവന്റെ കഷ്ടത, വധശിക്ഷ, മരണം എന്നിവയിലൂടെയായിരുന്നു. ക്രൂശിൽ യേശു ദൈവത്തിന്റെ രക്ഷ വെളിപ്പെടുത്തി. ജനങ്ങളെ ദൈവവുമായി നിരപ്പിക്കാൻ ലോകത്തിന്റെ പാപങ്ങൾക്കായി അവൻ മരിച്ചു. എന്നാൽ ക്രൂശ് ഇതിലും കൂടുതൽ ചെയ്യുന്നു. അത് ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. അവൻ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി തന്നെ നൽകുന്നവനും എല്ലാം സ്നേഹത്തോടെ സഹിക്കുന്നവനുമാണ്. ക്രൂശുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ജീവിത രീതിയും ക്രൂശ് വെളിപ്പെടുത്തുന്നു. തന്റെ ജീവിതവും ശുശ്രൂഷയും ക്രൂശിനെ അനുകരിക്കുന്നതാകണം എന്നതാണ് പൗലോസിന്റെ ലക്ഷ്യം. അങ്ങനെ തന്റെ അപ്പോസ്തോലിക ജീവിതം താഴ്മ, കഷ്ടപ്പാട്, ദാരിദ്ര്യം എന്നിവ നിറഞ്ഞതായിരുന്നെങ്കിലും അതെല്ലാം കൊരിന്ത്യരെ സേവിക്കുന്നതിനായിരുന്നു. അതിനാൽ പൗലോസിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അവർ നിരാകരിക്കുമ്പോൾ അവർ യേശുവിന്റേതും നിരാകരിക്കുകയാണ്. പൗലോസിന്റെ ജീവിതരീതിയും നേതൃത്വവും ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവൻ വിശ്വാസയോഗ്യമായി പ്രതിനിധീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. യഥാർത്ഥത്തിൽ കൊരിന്ത്യരുമായി നിരപ്പ് പ്രാപിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ ക്രൂശിന്റെ ഈ തലകീഴായ വിപരീത സത്യം സ്വീകരിച്ച് രൂപാന്തരപ്പെടുന്നതുവരെ വെറുതെ ഇരിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. വികാരാധീനമായ ഈ അഭ്യർത്ഥനയ്ക്കു ശേഷം മറന്നുപോയ ഔദാര്യം എന്ന വിഷയത്തിലേക്ക് പൗലോസ് നീങ്ങുന്നു. യെരുശലേമിലെ യഹൂദ ക്രിസ്ത്യാനികൾ ഒരു ക്ഷാമം മൂലം ദാരിദ്ര്യത്തിൽ വീണുപോയിരുന്നു. പൗലോസ് താൻ പുതുതായി ആരംഭിച്ച സഭകളിൽ നിന്ന് പണം ശേഖരിക്കുകയായിരുന്നു. അവരിൽ ഭൂരിഭാഗവും യഹൂദരല്ലാത്തവരായിരുന്നു. അവർ എല്ലാവരും യേശു മശിഹായിലുള്ള ഐക്യത്തിന്റെ പ്രതീകമായി ഒരു ദുരിതാശ്വാസ സഹായം അയക്കും. അവൻ രൂപീകരിച്ച മിക്ക സഭകളും കൊടുക്കുന്നതിൽ ആവേശഭരിതരായിരുന്നു. എന്നാൽ പൗലോസുമായുള്ള ഈ സംഘർഷത്തിനിടയിൽ കൊരിന്ത്യർ സംഭാവനയ്ക്കായി ശേഖരിച്ചിരുന്നില്ല. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും പണത്തെക്കുറിച്ചുള്ളതല്ല. ഇത് യേശുവിന്റെ സുവിശേഷത്താൽ കൊരിന്ത്യർ രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നതിന്റെ മറ്റൊരു അടയാളമാണ്. അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഔദാര്യത്തിന്റെ ഒരു കഥയാണ്. പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിന്റെ ഉദാരമായ കൃപയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അതിനാൽ അവന്റെ ദാരിദ്ര്യത്തിലൂടെ നിങ്ങൾക്ക് സമ്പന്നരാകാം. അവൻ സുവിശേഷത്തിന്റെ കഥ സാമ്പത്തിക ഉപമകളിലൂടെ പറയുന്നു. യേശു തന്റെ മഹത്തായ ബഹുമാനം അഥവാ സമ്പത്ത് ഉപേക്ഷിച്ചു. അവൻ ദരിദ്രനായ ഒരു അടിമയെപ്പോലെ മരിക്കാൻ തന്നെത്താൻ താഴ്ത്തി. അങ്ങനെ പാപത്തിലൂടെയും മരണത്തിലൂടെയും ദരിദ്രരായിത്തീർന്ന മറ്റുള്ളവരെ ദൈവകൃപയുടെ സമ്പത്തിനാൽ ഉയർത്തപ്പെടുവാനും സമ്പന്നരാകാനും കഴിയും. ഒരു ക്രിസ്ത്യാനി എന്നാൽ ഈ കഥ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ആഴത്തിൽ പതിയാൻ അനുവദിക്കുന്നതും അതിന്റെ ഫലമായി മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതവും വിഭവങ്ങളും പങ്കിടത്തക്കവണ്ണം നിങ്ങൾ കൂടുതൽ ഉദാരമതിയും സന്നദ്ധനുമായി മാറുന്നതുമാണ്. ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് കൊരിന്ത്യരുമായുള്ള സംഘർഷത്തിന്റെ ഒരു പ്രധാന കാരണത്തിൽ പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരെന്ന് താൻ പരിഹാസപൂർവ്വം വിളിക്കുന്ന ശ്രദ്ധേയരായ നേതാക്കളുടെ ആ സംഘം തങ്ങളെ തന്നെ ഉയർത്തിക്കാണിച്ചും പൗലോസിനെപ്പറ്റി ദരിദ്രനും പരാജയപ്പെട്ട ഒരു നേതാവുമെന്ന നിലയിൽ മോശമായി സംസാരിച്ചും കൊണ്ട് അവർ കൊരിന്തിലെത്തി. സ്വയം പുകഴ്ച എന്ന് തോന്നുമോ എന്ന ആശങ്കയിൽ ഈ ആളുകൾ യഥാർത്ഥത്തിൽ യോഗ്യതകൾ താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് പൗലോസ് ചോദിക്കുന്നു. അവരോട് ഏറ്റുമുട്ടാൻ അവൻ തികച്ചും പ്രാപ്തനാണ്. അവൻ യഹൂദ ബൈബിൾ പണ്ഡിതരാണോ? പൗലോസും അങ്ങനെ തന്നെ. അവൻ ഒരു പരീശനായിരുന്നു എന്ന കാര്യം മറക്കണ്ട. അവൻ ബൈബിൾ മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്നു. യേശുവിനെക്കുറിച്ചുള്ള മികച്ച അറിവിനെക്കുറിച്ച് വീമ്പിളക്കാൻ അവർ ആഗ്രഹിക്കുന്നുവോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പൗലോസ് വാസ്തവമായി കാണുകയും അവനോട് ഒപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. അവന് വാസ്തവത്തിൽ യേശുവിന്റെ സ്വർഗീയ സിംഹാസനത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലും പ്രധാനമായി പൗലോസ് തന്റെ മുഴുജീവിതവും യേശുവിന്റെ ദൗത്യത്തിനായി നൽകി. അവൻ സുഖസൗകര്യവും സ്ഥിരതയും ത്യജിച്ചു. മാത്രമല്ല, കൊരിന്ത്യരോട് ഒരിക്കലും പണം ആവശ്യപ്പെട്ടില്ല. ധാരാളം പണം ഈടാക്കിയ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പൗലോസ് സ്വയം അധ്വാനിച്ച് ജീവിച്ചു. എന്നാൽ ഈ നേട്ടങ്ങളെക്കുറിച്ച് പ്രശംസിക്കാൻ തനിക്ക് ഇഷ്ടമില്ലെന്ന് പൗലോസ് പറയുന്നു. കാരണം ഇതുപോലെയുള്ള ഒന്നും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള കാര്യമല്ല. പകരം താൻ എത്രമാത്രം കുറവുള്ളവനും എത്ര ബലഹീനനുമാണ് എന്നതിലാണ് അവൻ പ്രശംസിക്കുന്നത്. കാരണം ആ അപര്യാപ്തതകളിലാണ് യേശുവിന്റെ സ്നേഹവും കരുണയും അവൻ കണ്ടെത്തുന്നത്. അഥവാ യേശു ഒരിക്കൽ പൗലോസിനോട് പറഞ്ഞതുപോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികച്ചുവരുന്നു. കൊരിന്ത്യർക്കുള്ള ഒരു ഗൗരവമുള്ള മുന്നറിയിപ്പോടെ പൗലോസ് ഈ കത്ത് അവസാനിപ്പിക്കുന്നു. അവർ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. പൗലോസിനോടും അവന്റെ ജീവിത രീതിയോടുമുള്ള അവഹേളനവും ഈ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരോടുള്ള സ്നേഹവും എല്ലാം യേശു ആരാണെന്ന് അവർ അടിസ്ഥാനപരമായി ഗ്രഹിക്കുന്നില്ലെന്ന് കാണിക്കുന്നു. അവർ യേശുവിന്റെ രൂപാന്തരപ്പെട്ട അനുയായികളെപ്പോലെയല്ല ജീവിക്കുന്നത്. അതിനാൽ യേശുവിന്റെ സ്നേഹത്തിനു മുമ്പിൽ താണിരിപ്പാൻ അവൻ അവരെ വീണ്ടും ക്ഷണിക്കുന്നു.
2 കൊരിന്ത്യർ പൗലോസിന്റെ ജീവിതത്തിലേക്കും യേശുവിന്റെ ക്രൂശ് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന വിപരീത സത്യത്തിലേക്കും തികച്ചും സവിശേഷമായ ഒരു ജാലകം തുറന്നുവെക്കുന്നു. ക്രൂശ് നമ്മുടെ മൂല്യങ്ങളെയും നാം ലോകത്തെ കാണുന്ന രീതികളെയും വെല്ലുവിളിക്കുന്നു. നാം വിലയേറിയതായി കാണുന്നത് വിജയത്തെയും വിദ്യാഭ്യാസത്തെയും സമ്പത്തിനെയുമാണ്. എന്നാൽ ദൈവം താഴ്മയെയും ബലഹീനതയെയും വിലയേറിയതായി കാണുന്നു. കാരണം യേശുവിന്റെ കഷ്ടതയിലൂടെയും മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയുമാണ് അവന്റെ സ്നേഹവും ശക്തിയും അറിയപ്പെട്ടത്. മാത്രമല്ല, യേശുവിന്റെ ക്രൂശിന്റെ രീതിയിലുള്ള ജീവിതം സ്വീകരിച്ച് അത് സ്വന്തമാക്കാൻ യേശുവിന്റെ അനുയായികളെ പ്രാപ്തരാക്കുന്നതിനായി ആത്മാവിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയും സാന്നിധ്യവും ക്രൂശ് പുറപ്പെടുവിക്കുന്നു. ഇതാണ് 2 കൊരിന്ത്യരുടെ ഉള്ളടക്കം.